നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 2026 കേരള നിയമസഭയിൽ ആരൊക്കെ ഉണ്ടാകണം എന്ന വലിയ ചർച്ചകൾ നടക്കവേ കോൺഗ്രസ് നേതൃത്വം, AICC നേതൃത്വം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ സ്ഥാനാർത്ഥി പട്ടിക ഇലക്ഷൻ പ്രഖ്യാപനം, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിജ്ഞാപനം വരുന്നതിന് 48 മണിക്കൂറിനകം 51 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കെ സുധാകരൻ കണ്ണൂരിൽ പാർലമെന്റ് അംഗമായി തുടരവേ അദ്ദേഹത്തിനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റിയപ്പോൾ കൊടുത്തിരുന്ന ഉറപ്പാണ് അദ്ദേഹം ആഗ്രഹിക്കുന്ന പോലെ തന്നെ കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാൻ അവസരം കൊടുക്കും എന്നുള്ളത്. 2009 നിയോജക മണ്ഡലത്തിൽ മത്സരിച്ച് MLA ആയി 3-ാം തവണയും ജയിച്ച അദ്ദേഹത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ലോക്സഭാ സീറ്റ് കൊടുക്കുകയും അന്ന് KK രാഗേഷിനെ 45,000-ൽ പരം വോട്ടുകൾക്ക് ഇടത് കോട്ടയിൽ അട്ടിമറി വിജയം നേടി കെ സുധാകരൻ MP ആയത്. പിന്നീട് ഉണ്ടായ കാര്യങ്ങളെല്ലാം ചരിത്രമാണ്. ഇവിടെ ആഭ്യന്തരമന്ത്രി സ്ഥാനമോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു പിവറ്റൽ റോൾ കൈകാര്യം ചെയ്യാനോ കോമ്പീറ്റൻ്റ് അല്ലാത്ത ഒരാളല്ല കെ സുധാകരൻ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വരെ ആകാനുള്ള ക്രെഡിബിലിറ്റി ഉണ്ട്. എന്നാൽ അദ്ദേഹം അത്തരത്തിൽ ഒരു പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോ വേണമെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ആവശ്യങ്ങളോ ഒന്നും തന്നെ ആരായുന്നില്ല. പല നേതാക്കളും സൈലൻ്റായി നിന്നുകൊണ്ട് 35-40 കൊല്ലം MLA ആയിട്ടുള്ളവരുണ്ട്. സണ്ണി ജോസഫ് ഒന്നും വലിയ കഴിവില്ലാത്ത ആളാണ്. അതായത് ഇപ്പോഴും കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാകാത്ത കുറേ കാര്യങ്ങളുണ്ട്. എവിടെയെങ്കിലും കിടക്കുന്ന ഊരും പേരും ഇല്ലാത്ത പല രാഷ്ട്രീയക്കാരന്മാരെയും അവർക്കെന്തോ വലിയ മതിപ്പുണ്ട് എന്ന് കണക്കാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുന്ന നീക്കം ഈ പറയുന്ന രമേശ് ചെന്നിത്തലയേക്കാളോ അല്ലെങ്കിൽ ഈ പറയുന്ന VD സതീശനേക്കാളോ ഒക്കെ ഒരു പണത്തൂക്കം മുൻപിൽ തന്നെയാണ് കെ സുധാകരൻ്റെ സ്ഥാനം എന്നുള്ളത് ആർക്കൊക്കെയാണ് അറിഞ്ഞുകൂടാത്തത്? കേരളത്തിൽ കൃത്യമായി ഹരിയാനയിൽ പോലെ പദ്ധതിയാണ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ, ഒന്നിൽ കൂടുതൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുണ്ട് എന്ന് സ്വയം പ്രഖ്യാപിക്കാനാണ് നീക്കമെങ്കിൽ പൊട്ടിപ്പാളീസാകും എന്നിപ്പോൾ തന്നെ പറയാം. സംഘടനാപരമായിട്ടുള്ള ദൗർഭാഗ്യത കൊണ്ടായിരിക്കും എന്ന് തന്നെ പറയേണ്ടി വരും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ കോൺഗ്രസ് നേടിയെടുത്ത ഒരു വലിയ വിജയമുണ്ട്, ഒരു ഐക്കോണിക് വിക്ടറിയുണ്ട്. അതിൻ്റെ തുടർച്ച പരാജയപ്പെടാൻ വേണ്ടി സ്വയം ആളുകൾ പരസ്പരം തമ്മിൽ തല്ലാനാണ് നീക്കമെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ ഒരു രീതിയിലുള്ള ശ്രമവുമില്ലെങ്കിൽ അത് പരാജയപ്പെടും. ഒരിക്കലും മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന് കെ സുധാകരൻ ആവശ്യപ്പെടുന്നില്ല. അദ്ദേഹത്തിന് മത്സരിക്കണം എന്ന ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. കണ്ണൂർ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം CPIM-നോട് ജീവൻ എപ്പോൾ വേണമെങ്കിലും പോയേക്കാവുന്ന അവസ്ഥയിൽ കയ്യും മെയ്യും മറന്ന് കെ സുധാകരൻ പ്രവർത്തിച്ച കാര്യത്തെക്കുറിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമ്പോൾ ആ ഫേസ്ബുക്ക് പോസ്റ്റ് കെ സുധാകരൻ അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കാൻ VD സതീശൻ ശ്രമിക്കുകയാണെങ്കിൽ അത് അറിവില്ലായ്മയായി മാത്രമേ കണക്കാക്കാൻ കഴിയുകയുള്ളൂ. കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരണമെന്നാണ് ആത്മാർത്ഥമായി VD സതീശൻ ആഗ്രഹിക്കുന്നെങ്കിൽ അള്ളുവെച്ച് KPCC സ്ഥാനത്ത് നിന്നും പുറത്താക്കിയതിന് അതേ രീതിയിൽ തന്നെ ഇപ്പോൾ MLA സ്ഥാനം അല്ലെങ്കിൽ നിയമസഭയിലെ സീറ്റ് വരെ നിഷേധിക്കാനാണ് കളിയെങ്കിൽ നാറി തോക്കാനേ വഴിയുള്ളൂ.